അപ്പോ കുതിര എന്താ ചെയ്യുക? ആനെ എതിരാളി വെട്ടി. പിന്നെ ആള് എന്താ ചെയ്യുക? അപ്പോ ഇനി എന്താ ചെയ്യുക? എന്താ ഇത്? എന്താണെന്ന് ഉണ്ടെങ്കിൽ മനസ്സിലായില്ല അല്ലേ? എന്താ മനസ്സിലായിക്കോളൂ. ചതുരംഗം കളിക്കാൻ പലയെടുത്തോണ്ട് പോവാ ശങ്കര എന്ന് നോ പറഞ്ഞു. അവൻ എന്താ ചെയ്യേ? പലയിടത്ത് തറയിട്ട് അങ്ങോട്ട് പൊട്ടിച്ചു. എന്നാൽ ഇന്നത്തെ കളി അവന്റെ പുറത്തായി കളയാമെന്ന് തീരുമാനിച്ചു. വരച്ചു കളം തുടങ്ങി കളി. ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായി. പോയിക്കോളൂ. മേലെ കോലത്ത് ആദിത്യവർമ്മയുടെ കളി മുടക്കാൻ ഈ ഏപ്പന്നിരിച്ചാൽ നടക്കോ നീ? ഇല്ലേ? കൊച്ചു തിരുമേനിയെ, അടിയനെ ഒന്ന് രക്ഷിക്കണം. ഇക്കണക്കിന് നിന്ന് അടിയൻ വീണു പോവും. വീണാൽ നിന്റെ ശിരസ് കാണില്ല എന്ന് കൂട്ടിക്കോളൂ. കളി ഉത്തരം. അമ്മ അച്ഛന്റെ ഈ വിനോദം കണ്ടോ? സുഭദ്ര കഥ കഴിഞ്ഞിരിക്കണോ? ഉണ്ണി ഇന്ന് നേഴ്സിംഗ് ഹോമിൽ പോണില്ലേ? ആ പോണം. ഉണ്ണിക്ക് ഇഷ്ടമുള്ളപ്പോൾ പോകട്ടെ. കോവിലകം വക നേഴ്സിംഗ് ഹോം അല്ലേ? പക്ഷേ രോഗികൾ കോവിലകത്തെ അല്ലല്ലോ. ശരിയാണ്. ഉത്തരം. ഇനി അവരെ ഒന്ന് വിട്ടുകൂടെ? ഇല്ല, വിടില്ല. ഇവനെ ഇന്ന് വിടില്ല. അവനപ്പുറത്ത് പണിയുണ്ട്. അതിന് വേറെ ആളെ വെച്ചോളൂ. എന്നാ അവിടെ നിർത്തിക്കോളൂ. ഉണ്ണി വിളിക്കണ കേട്ടില്ലേ? ഒന്ന് അയച്ചൂടെ? അവനെ ഇന്ന് വിടില്ല. ഈ കളി മുഴുവൻ കഴിഞ്ഞിട്ടേ അങ്ങോട്ട് വിടാൻ പാവുള്ളൂ. താൻ രക്ഷപ്പെട്ടോ? അച്ഛൻ തിരുമേനിയുടെ ആഗ്രഹമല്ലയോ നടക്കട്ടെ എന്ന് വെച്ചു. അല്ല, അടിയൻ അതല്ല സംശയം. ഇനി മേല വലിയ തിരുമേനിക്ക് ചതുരംഗം കളിക്കണമെന്ന് തോന്നിയാൽ, ശങ്കര ഇവിടെ വരൂ, കുനിഞ്ഞു നിൽക്കൂ, ഞാൻ ഒന്ന് കളിക്കട്ടെ എന്ന് പറഞ്ഞ അടിയാൻ ചുറ്റി കേട്ടോ. മതി മതി, എനിക്കൊന്നും കേൾക്കണ്ട. ദാ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ഈ മരുന്ന് വാങ്ങി അച്യുതാരുടെ വീട്ടിൽ കൊണ്ടിരുന്ന് കൊടുക്കുക. ഒന്ന് നോക്കാമെങ്കിൽ അച്യുതാരുടെ സുഹൃതം ചെയ്തവനാണേ. അതെന്താ? അല്ല, ഡോക്ടർമാർ രോഗികളെ ചികിത്സിക്കാറുണ്ട്. ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചെന്നും വാങ്ങിച്ചില്ലെന്നും വരാം. കയ്യിൽ നിന്നും പണം ചെലവാക്കി രോഗിയെ ചികിത്സിക്കണമെങ്കിൽ ആ രോഗി സുഹൃതം ചെയ്തവനായിരിക്കണേ. പാവം വാര്യര് ആവുന്ന കാലത്ത് കോവിലത്തെ കാര്യസ്ഥനായി നിന്ന് ചെയ്യാവുന്നതൊക്കെ ചെയ്തില്ലേ? ഇപ്പൊ രോഗിയായിപ്പോയി, സഹായിക്കാൻ മറ്റാരുമില്ലതാൻ. അപ്പോ നമ്മളെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണ്ടേ ശങ്കരപ്പിള്ളേ? പിന്നെ അതൊക്കെ പതുക്കെ പറയണോ? ശ്രദ്ധിച്ചേ പറ്റും. പിന്നെന്തുവാ, ശങ്കരനും ഒരു കഷ്ടകാലം വരുമ്പം കൊച്ചു തിരുമേനി ശ്രദ്ധിക്കുമോ ആവോ? എന്താ അത്ര സംശയം? അല്ല, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പൊ ശങ്കരൻ പോയിട്ട് വരട്ടെ. ശരി. അല്ല, ഒരു സംശയം. ഈ മരുന്ന് വാങ്ങിച്ച് വാരുടെ കൊടുക്കണോ അതോ വാരുടെ മകളുടെ കൊടുക്കണോ? താൻ പോടോ. പേടിച്ചു പോയോ? ശാരദ ഇത്രയേറെ പരിഭ്രമിക്കുന്ന എന്തിനാ? ആരെങ്കിലും കാണും. കണ്ടാൽ കോലോത്ത് ചെന്ന് അച്ഛൻ തിരുമേനിയോട് പറഞ്ഞു കൊടുക്കും. എങ്കിൽ വലിയ ഉപകാരമായി. അച്ഛനോട് ഈ കാര്യമൊന്ന് പറയാൻ വേണ്ടി ഞാൻ സൗകര്യം കാത്തിരിക്കുകയല്ലേ. അയ്യോ, അച്ഛൻ തിരുമേനിയോട് എന്തു പറയും? ഞാൻ ശാരദയെ സ്നേഹിക്കുന്നു, എനിക്ക് ശാരദയെ വിവാഹം ചെയ്തു തരണം എന്ന് പറയും. അല്ലാതെന്താ? ഈശ്വര, അച്ഛൻ തിരുമേനി. എന്താ ഭയമാണോ? അച്ഛൻ തിരുമേനെ വിശ്വസിക്കണ്ട, എന്നെ വിശ്വസിച്ചുകൂടെ? എനിക്ക് വിശ്വാസമാണ്, എന്നേക്കാളും വിശ്വാസമാണ്. മതി, ധൈര്യമായിരിക്കും. ഇനി ഞാൻ പോയിക്കൊള്ളട്ടെ. അങ്ങനെ അങ്ങ് പോയാലോ? എന്തിനാ വിളിച്ചത്? ഒരു കാര്യം ശാരദയോട് തുറന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അത് പറയാൻ വേണ്ടിയാണ് വീട്ടിൽ വന്നത്. പക്ഷെ അമ്മാവന്റെ മുമ്പിൽ വെച്ചത് പറയുന്നത് ശരിയല്ലെന്ന് തോന്നി. പറയാൻ പാടില്ലാത്തതൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ. ഇല്ലേ? ശാരദയും ഡോക്ടർ തിരുമേനിയുമായിട്ട് എങ്ങനെ? അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ചാൽ അപ്പുണ്ണിയേട്ടൻ എന്തിനാ ഇതെല്ലാം അന്വേഷിക്കുന്നത്? അന്വേഷിക്കാൻ അധികാരമുണ്ട്, അതുകൊണ്ട് തന്നെ. അധികാരമോ? അതങ്ങ് മനസ്സിലിരിക്കട്ടെ. എന്നെ രക്ഷിക്കാൻ നോക്കണ്ട. അപ്പുണ്ണിയേട്ടന്റെ അമ്മ പത്നിയാണ്. കഴിയുമെങ്കിൽ അവരെ രക്ഷിക്കാൻ നോക്കൂ. ഓ,
പിന്നെ ഇവിടെ ഇങ്ങനെ കിടന്നാലൊന്നും പറ്റത്തില്ല. വയർക്ക് കോലോത്ത് പണി. ആ മരുന്നിന്റെ ഒരു ബീജം നോക്കണം. ഈ മരുന്ന് മുഴുവൻ അങ്ങോട്ട് കുടിച്ചോണ്ട് എഴുന്നേറ്റ് എന്റെ കൂടെ വന്നാട്ടെ. ഞാൻ ഇവിടുന്ന് എഴുന്നേൽക്കാനോ? ഈ ജീവിതത്തിൽ ഇനി അതുണ്ടാവില്ല ശങ്കരപ്പിള്ളേ. ഈ വക നിസ്സാര കാര്യത്തിലൊന്നും ഇങ്ങനെ വാശി പിടിക്കുന്നത് കൊള്ളത്തില്ല. വാർക്ക് ഇപ്പൊ എന്തുവാ രോഗം? രക്തസമ്മർദ്ദം. ഈ മർദ്ദനം അങ്ങോട്ട് മാറിയാവുന്ന രോഗം ഭേദമാകത്തില്ലയോ? പിന്നെ അല്ലാതെ. അതോടെ എല്ലാം തീർന്നോളൂ. തീർന്നോട്ടെ, ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. കുഞ്ഞു വന്നോ? ശങ്കരപ്പിള്ള മരുന്നും കൊണ്ട് വന്നതാ. ഇത് കൊടുത്ത് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കിക്കോണം. ശങ്കരപ്പിള്ളയ്ക്ക് കോലോത്തോട്ട് പോകാൻ ഇത്തിരി തിരക്കുണ്ട്. ഞാൻ ചെന്നാല് വലിയ തിരുമേനിയുടെ ചതുരംഗക്കളി നടക്കും. അയ്യോ, ശങ്കരപ്പിള്ളയോ? എന്താ ശങ്കരപ്പിള്ള വിശേഷങ്ങൾ? അതെന്താ ഇങ്ങനെ നോക്കുന്നത്? അല്ല, ഞാനിങ്ങനെ വിശേഷമായിട്ട് നടക്കുന്നവനാണെന്ന് അപ്പനോട് ആരാ പറഞ്ഞു? അത് ശരി. അല്ല, നിങ്ങളുടെ ഡോക്ടർ തിരുമേനി വിവാഹം ചെയ്യാൻ പോകുന്നെന്ന് കേട്ടല്ലോ. കേട്ടല്ലോ. ഇനി വിടുവോ? ഏതായാലും ഞങ്ങളുടെ ശാരദ ഭാഗ്യവതിയാണ്. മനസ്സിലായില്ല. ഞങ്ങളുടെ ശാരദയല്ലേ ഡോക്ടർ തിരുമേനി വിവാഹം കഴിക്കാൻ പോകുന്നത്? അപ്പുണ്ണി, ഒരുമാതിരി അനാവശ്യം പറയുന്നത് കേട്ടോ. അല്ലേ ശാരദയോ? നിങ്ങളുടെ ശാരദയ്ക്ക് കോലത്തെ പടി കിടക്കാനുള്ള അർഹതയുണ്ടോ? അപ്പൊ ശങ്കരപ്പിള്ള ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നല്ലോ. ഡോക്ടർ തിരുമേനിയും ശാരദയും തമ്മിൽ വലിയ സ്നേഹത്തിലാണ് ശങ്കരപ്പിള്ളേ. സ്നേഹമോ? പോതള്ളേ, ലോഹ്യമെന്ന് പറ. അത് കോലോത്തെ ഒരു പാരമ്പര്യമാണ്. വലിയ തിരുമേനിക്കും ഇടയ്ക്കും മുറയ്ക്കും ഒക്കെ ചില ലോഹ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വകവയ്ക്കാനില്ല. കല്യാണം വേറെ, ലോഹ്യം വേറെ. ഇതങ്ങനെ ലോഹ്യമൊന്നുമല്ല. ശാരദയെന്ന് പറഞ്ഞാൽ ആരാണെന്ന് ശങ്കരപ്പിള്ളയ്ക്ക് അറിയാമോ? അവൾ യക്ഷിയല്ലേ, യക്ഷി. അപ്പൊ ശാരദ യക്ഷിയോ? ചോര കുടിച്ച് തുടങ്ങിയോ? എനിക്കതല്ല സംശയം. വലിയ തിരുമേനി എന്തറിഞ്ഞിട്ടാണ് സമ്മതിച്ചിരിക്കുന്നത്? വലിയ തിരുമേനി അറിഞ്ഞോ? താനൊരു ചങ്കരൻ തന്നെ. ഡോക്ടർ തിരുമേനി ശാരദയെ വേളി കഴിക്കാൻ വലിയ തിരുമേനി കൂടെ സമ്മതിച്ചിട്ടുണ്ടെന്നാണ് എന്റെ അറിവ്. ശിവ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നുണ്ട് അപ്പുണ്യെ. വലിയ തിരുമേനി സമ്മതിച്ചെന്നോ? എന്നാ ഒന്ന് അറിഞ്ഞിട്ട് എന്നെ വേ കാര്യം. നോം സമ്മതിക്കേ. കോലോത്തെ പഴയ കാര്യസ്ഥന്റെ മകളെ വേളി കഴിക്കാൻ നോം സമ്മതിക്കേ. ഇത് പറഞ്ഞ അപ്പുണ്ണിയുടെ നാവ് ഇങ്ങോട്ട് ചേർച്ചോണ്ട് വരാനില്ലേ നിനക്ക്? ഉത്തരവ്. ഞാൻ ഈ വർത്തമാനം കേട്ട് എല്ലാം മറന്ന് തരിച്ചങ്ങ് നിന്നു പോയി തിരുമേനി. അല്ലായിരുന്നു ഞാൻ അവനോട്. എങ്കിലും ഉണ്ണിയെ കുറിച്ച് ഇങ്ങനെ ഒരു അപവാദം പറയാൻ തോന്നിയല്ലോ ആ ദുഷ്ടന്. ശങ്കര, ഉണ്ണി ആ പെങ്കിടാവിനെ അറിയോ? എനിക്ക് അതങ്ങോട്ട് അങ്ങനെ നിശ്ചയമില്ല. എന്താ? എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. ഉണ്ണി മുറിയിലേക്ക് പോയിക്കോളൂ. വരട്ടെ, പോകാൻ വരട്ടെ. ഉണ്ണി അറിയോ? ആരെ? ആ പെണ്ണിനെ. ഏത് പെണ്ണിനെ? എന്താ ശങ്കര, ബോധ്യായോ? ഉണ്ണി ആ പെണ്ണിനെ അറിയും കൂടിയില്ല. അറിയില്ല. പിന്നെ എങ്ങനെയാ വേളി കഴിക്കുക? ഏത് പെണ്ണിന്റെ കാര്യമാണ് പറയുന്നത്? ഉണ്ണി വിഷമിക്കണ്ട കേട്ടോ. ആരോ ശത്രുക്കൾ പറഞ്ഞു പരത്തിയതാ. കാര്യസ്ഥൻ അച്യുതന്റെ മകളെ ഉണ്ണി വേളി കഴിക്കാൻ പോണൂത്രേ. ഓഹോ, അതാണോ കാര്യം? എന്താ സാരമില്ലേ? സാരമില്ലെന്ന് പറഞ്ഞില്ല, പക്ഷേ അതൊരു സത്യമാണ്. ശങ്കര, അടിയൻ ഉണ്ണി എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ കേട്ടില്ല. കേട്ടില്ല. സുഭദ്ര കേട്ടോ? കേട്ടില്ല. കേട്ടില്ല എന്ന് വെച്ചിട്ട് കാര്യമില്ല. ഉണ്ണി ആലോചന ഇല്ലാണ്ട് എന്തോ പറഞ്ഞു, അത്ര തന്നെ. ഇല്ലമ്മേ, നല്ലതുപോലെ ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത്. കുറച്ചുകൂടി നേരത്തെ പറയേണ്ടതായിരുന്നു. ഞാനൊരു വിവാഹം ചെയ്യുന്നുവെങ്കിൽ അത് അച്യുത ഭാര്യയുടെ മകൾ ശാരദയായിരിക്കും. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ശങ്കര, അടിയൻ ഇനിയിപ്പോ എന്താ ചെയ്യുക? ആ പുള്ളി പറഞ്ഞൊക്കെ നേരായിരുന്നു അല്ലേ? സുഭദ്രേ, ഇനി എന്താ ചെയ്യുക? ഉണ്ണിയുടെ ശിരസും കൂടെ അങ്ങോട്ട് ഛേദിച്ചു കളഞ്ഞാലോ? അത് വേണോ ദേവിയെ? പരദേവതേ, എനിക്കൊന്നും അറിയില്ല. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നീയെങ്കിലും ഒന്ന് പറയൂ ശങ്കര. പരദേവതയെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടാതെ മുറുകെ പിടിക്കുക, എന്നിട്ട് അങ്ങോട്ട് ഭജിക്കുക. അത് മാത്രമേ ശങ്കരന് പറഞ്ഞു തരാനായിട്ടുള്ളൂ. ആശിക്കുന്നതിനും അതിരില്ലേ അമ്മാവ? കോലോത്തുള്ളവരോട് മത്സരിച്ച് ഇവിടെ കഴിയാമെന്നാണോ അമ്മാവൻ കരുതുന്നത്? നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല പുണ്യേ.
ആര് മത്സരിച്ചെന്നാ നീ പറയുന്നത്? അപ്പൊ ഇവിടെ നടക്കുന്ന ഒന്നും അമ്മാവൻ അറിയുന്നില്ലെന്ന് പറയും. ഇവിടെ എന്ത് നടക്കുന്നു? ഡോക്ടർ തിരുമേനിയും നീയുമായുള്ള രഹസ്യ ഏർപ്പാടുകളൊന്നും ആരും അറിയുന്നില്ലെന്ന് നീ കരുതണ്ട. രഹസ്യ ഏർപ്പാട് ചതിച്ചോ മോളെ? ആ, ഓരോരുത്തർ വലിയ തിരുമേനി പോലും ഇതൊക്കെ അറിഞ്ഞെന്നാണ് തോന്നുന്നത്. ഇനി എന്തൊക്കെ ഉണ്ടാകാൻ പോകുന്നെന്ന് കണ്ടു തന്നെ അറിയണം. മോളെ, അപ്പുണ്ണി പറയുന്നത് നേരാണോ മോളെ? അതെ അച്ഛാ. ചതിച്ചോ മോളെ? ഇവളെ വഞ്ചിക്കാനല്ലേ ഡോക്ടർ തിരുമേനി ഇവളുടെ പിന്നാലെ കൂടിയിരിക്കുന്നത്? അത് വല്ലതും ഈ മധുരി അറിയുന്നുണ്ടോ? വഞ്ചിക്കുന്നെങ്കിൽ ഞാൻ സഹിച്ചുകൊള്ളാം. നീ മാത്രം സഹിച്ചാ പോരല്ലോ, നിന്നെ വിവാഹം ചെയ്യാൻ പോകുന്ന ഞാൻ കൂടി സഹിക്കണ്ടേ? വേണ്ട, അങ്ങനെ ക്ലേശിക്കേണ്ടി വരില്ല. അതെല്ലാം ഇപ്പോഴത്തെ നിന്റെ വാശി കൊണ്ട് പറയുന്നതല്ലേ. എന്നായാലും നിന്റെ കഴുത്തിൽ താലി കെട്ടേണ്ടവൻ ഞാനാ. അപ്പുണ്ണിയേട്ടൻ താലി കെട്ടുമായിരിക്കും, പക്ഷേ കഴുത്ത് വേറെ വല്ല വല്യമായിരിക്കും. ഇല്ല, നിന്റെ ഈ കഴുത്തിൽ തന്നെ കെട്ടും. ഈ കഴുത്തിൽ അന്ന് ജീവൻ ഉണ്ടായിരിക്കില്ല. നീ നല്ലപോലെ ആലോചിച്ച് തന്നെയാണ് ഈ പറയുന്നത്. ആലോചിച്ച് തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ് പറഞ്ഞത്. ഞാനൊരു പുരുഷനാണെങ്കിൽ നീ എന്റെ ഭാര്യയായിരിക്കും. അന്ന് ഞാനൊരു സ്ത്രീ അല്ലായിരിക്കും. അച്ഛാ, അയ്യോ അച്ഛാ, അച്ഛാ, കണ്ണു തുറക്ക് അച്ഛാ. എന്ത് പറ്റി? അച്ഛൻ എന്ത് പറ്റി? എന്റെ അച്ഛൻ എന്ത് പറ്റി? അച്ഛാ, അയ്യോ, അച്ഛൻ എന്ത് പറ്റി? അച്ഛാ, അച്ഛാ, കണ്ണു തുറക്ക് അച്ഛാ. എന്താ തിരുമേനി? ഭാര്യയുടെ എല്ലാ കഷ്ടകാലവും മാറും. അയ്യോ